എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാറേ. ഇത് പുറത്തറിഞ്ഞ എന്റെ കുടുംബം, ഭാര്യ, സഹോദരങ്ങൾ എല്ലാവരും എന്നെ വെറുക്കും സാർ. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ഭാര്യയും സഹോദരങ്ങളും കുടുംബമൊക്കെ ഉണ്ടായിട്ടാണ് നീ ഈ ചെറ്റത്തനം കാണിച്ചത് അല്ലടാ. നിനക്ക് നിന്റെ കുടുംബത്തിന് മാത്രമല്ലടാ, നീ നശിപ്പിക്കാൻ നോക്കിയ ആ ഒരു പെൺകുട്ടിക്കും അവരെ കുടുംബത്തിനുണ്ട് മാനവും നാണവും. സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും മുന്നിലും മാറി നാണം കെട്ട് നീ ആത്മഹത്യ ചെയ്യണം. അതാണ് നിനക്കുള്ള ശിക്ഷ സാറേ. വരണം വരണം അവന്തിക മേഡം, ഇരിക്കണം. ഇരിക്കാനും വിശേഷം കേൾക്കാനും ഒന്നും അല്ല ഞാൻ വന്നത്. എന്നെ വിളിപ്പിച്ച എന്തിനാന്ന് പറഞ്ഞാ മതി. മേഡം, എന്റെ ദേഹത്ത് യൂണിഫോം കയറിട്ടെ ഏതാണ്ട് 10-15 കൊല്ലമായി. ആരെ എപ്പ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങളുടെ ഹീറോയിസം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അയ്യോ, അതിനൊന്നുമല്ല ഞാൻ മേഡത്തിന് വിളിച്ചത്. ഇവനെ അറിയാമോ? എനിക്കറിയില്ല. ആരാ ഇയാള്? മേഡം, നീ അല്പം മുമ്പേ എന്താ പറഞ്ഞത്? നിന്റെ മേഡം വന്ന് നിന്നെ രക്ഷിക്കുന്നല്ലേ? ഇപ്പൊ എന്തായി? ഇവർക്ക് നിന്നെ അറിയത്ത് പോലും ഇല്ല. മേഡം, ഒരു ചിട്ടി കമ്പനിയുടെ ഉടമയായ ഇവന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിനെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് ഞാനെന്ത് വേണം? ഇവനെ ആ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ചോദ്യം ചെയ്തപ്പോ ഇവൻ പറയുന്നത് മേഡം ആവശ്യപ്പെട്ടുകൊണ്ടാ ഇവൻ ആ പെൺകുട്ടിയോട് അങ്ങനെ ചെയ്തെന്ന്. അത് സത്യമാണോ മേഡം? അസംബന്ധം. ഏതോരത്തിന് മുന്നിൽ നിർത്തിയിട്ട് എന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പം മേഡത്തിന് ഇയാളെ ഒരു പരിചയവും ഇല്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? വിൻസെന്റ്, ഇതാണ് മേഡത്തിന്റെ നമ്പർ. ഇത് ഇവന്റെ നമ്പർ. കഴിഞ്ഞ ഒരു മാസം ഏകദേശം 17 തവണ മേഡം ഇവന്റെ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. ഏതാണ്ട് അത്രയും തവണ തന്നെ ഇവനും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. എനിക്കെങ്ങനെ അറിയാം? ഏതോ ഒരു ചിട്ടിക്കമ്പനിയിൽ നിന്ന് പലതവണ ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞ് ആരോ വിളിച്ചിരുന്നു. പിന്നെ എന്റെ ഫോൺ ചിലപ്പോഴൊക്കെ സ്റ്റാഫ് ഉപയോഗിക്കാറുണ്ട്. അവരാരെങ്കിലും വിളിച്ചായിരിക്കും ചിലപ്പോ. എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തോ? ഇല്ല. ഇയാളെ മേഡത്തിന് നേരത്തെ ഒരു പരിചയമില്ല? ഇല്ലെന്ന് എത്ര തവണ പറയണം? തെളിവുകൾ സംസാരിക്കുമ്പോ ഈ നുണകളെല്ലാം പൊളിയും. എങ്കി പിന്നെ സാറ് തെളിവുകൾ ഉണ്ടാക്കിയിട്ട് വാ, നമുക്ക് നോക്കാം. ഇപ്പോഴേ എനിക്ക് വേറെ ജോലിയുണ്ട്. ഇതല്ലാതെ വേറൊന്നും സാറിന് പറയാനില്ലല്ലോ. നീ പറഞ്ഞതെല്ലാം പൊളിഞ്ഞല്ലടാ. ഇനിയിപ്പൊ നാണക്കേട് സഹിക്കാൻ വയ്യാതെ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരും. മേഡം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. മേഡം പറഞ്ഞിട്ടില്ല ഞാൻ ഇതെല്ലാം ചെയ്തത്. മിണ്ടിപ്പോരുത്. എനിക്ക് തന്നെ അറിയ പോലും ഇല്ല. എനിക്കെതിരെ എങ്ങനെ പറയാൻ? ഈ സാറ് നിനക്ക് എത്ര ലക്ഷം ഓഫർ ചെയ്തു? പലരുടെയും കാശ് വാങ്ങിച്ചോണ്ട് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെച്ചേക്കില്ല. മേഡം, പെർഫോമൻസ് നന്നായി. എന്നാൽ ഉള്ളിലെ പേടി ആ കണ്ണുകളിലുണ്ട്. സാരല്ല, മേഡപ്പം പൊയ്ക്കോ. വേണ്ടപ്പം ഞാൻ വിളിപ്പിച്ചോളാം.
സമൃദ്ധ, താനെങ്ങോട്ടാ ഇത്ര രാവിലെ? അത് പിന്നെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോണായിരുന്നു. അതല്ലേ ചോദിച്ചത്, ഇത്ര അത്യാവശ്യം എന്താന്ന്? അത് മോൾക്ക് ചില സ്റ്റേഷനറീസ് ഒക്കെ വാങ്ങിക്കണം, പിന്നെ കുറച്ച് ഡ്രസ്സും വാങ്ങാനുണ്ട്. ഹാ, എന്നിട്ട് താനെന്താ ഈ കാര്യം എന്നോട് പറയാഞ്ഞത്? നമുക്ക് ഒരുമിച്ച് പോവായിരുന്നല്ലോ. അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അത് ഇത്രയും ചെറിയ കാര്യത്തിന് ഗൂഗിളിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. എനിക്കെന്ത് ബുദ്ധിമുട്ടാണ്? നമ്മൾ ഒരുമിച്ച് പുറത്തു പോയി മോക്കെന്തേലൊക്കെ വാങ്ങുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. ഒരു കാര്യം ചെയ്യ്, താനൊന്ന് വെയിറ്റ് ചെയ്യ്, ഒരു 2 മിനിറ്റ്, ഞാനിപ്പോ റെഡിയായി വരാം. അത് വേണ്ട ഗൂഗിൾ, എനിക്ക് വേറെ 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. ചിലപ്പോ അമ്പലത്തിലൊന്ന് കയറേണ്ടി വരും. അതിനെന്താ, നമുക്കൊന്ന് അമ്പലത്തിലും പോവാം. ഇനിയിപ്പോ ഗൂഗിൾ ഒരുങ്ങി വരുമ്പോഴേക്കും ലേറ്റ് ആവില്ലേ? ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അവൾ ഈയിടെയായിട്ട് എപ്പോഴും വീടിന് പുറത്തല്ലേ? എപ്പ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എപ്പോ തിരിച്ചു വരും, ഇതൊന്നും ഇവിടെ ആരോടും പറയാറില്ല. ഞങ്ങളത് അറിയാറുമില്ല. എപ്പ നോക്കിയാലും സർക്കിട്ടാ.